നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്നതാണ്, എങ്ങനെയാണ് ബ്രോ ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്നത്, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ട്രെയിനിൽ നിങ്ങൾക്ക് റിസർവേഷൻ ടിക്കറ്റും അൺറിസർവ് ടിക്കറ്റും എങ്ങനെയാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പ് ഇന്ത്യയിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത റെയിൽവൺ ആപ്പാണ്. അപ്പൊ ഈ റെയിൽവൺ ആപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ അതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റെയിൽവൺ ആപ്പാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും എല്ലാം ഉള്ള ഒരു നല്ല ആപ്പാണ്. പണ്ട് IRCTC റെയിൽ കണക്ട് ആപ്പ് ആയിരുന്നു. ഇപ്പൊ അതിന് പകരം ഇപ്പൊ റെയിൽവൺ ആപ്പാണ്. മറ്റേ ആപ്പ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ റെയിൽവൺ ആപ്പ് ഉപയോഗിച്ച് ഒരു സാധാരണക്കാരന് എങ്ങനെ ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ, ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോർ എടുത്തിട്ട് സെർച്ച് ചെയ്യുക. റെയിൽവൺ എന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ബ്ലൂ ഐക്കണിൽ കാണിക്കുന്നതാണ് റെയിൽവൺ ആപ്പ്. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് തുറക്കുക. ആപ്പ് തുറക്കുമ്പോഴേക്ക് ഞാൻ ഇപ്പോൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ലോഗിന്റെ കാര്യം പറയാം. അതായത് ഈ ആപ്പ് IRCTC റെയിൽ കണക്ട് ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ IRCTC റെയിൽ കണക്ട് ആപ്പിന്റെ യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾ ദയവ് ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെക്കണം. കാരണം ഇത് മറന്നുപോയാൽ പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ IRCTC അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും മതി ശരിക്കും പറഞ്ഞ ഈ ഒരു റെയിൽവൺ ആപ്പ് ലോഗിൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ IRCTC അക്കൗണ്ടിന്റെ യൂസർ നെയിം ഓർമ്മയുണ്ടെങ്കിൽ യൂസർ നെയിം നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യാം. അപ്പോഴേക്കും ലോഗിൻ ചെയ്യുമ്പോഴേക്കും ഒരു OTP ആ IRCTC അക്കൗണ്ട് രജിസ്റ്റർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് പോകും. ആ OTP അടിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ഈ റെയിൽവൺ ആപ്പ് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി IRCTC അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതിനകത്തൊരു നമ്മൾ സാധാരണ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ട് ഒരു യൂസർ രജിസ്റ്റർ ചെയ്യുന്ന പോലെ ആയിട്ട് ഈ ആപ്പിൽ കൂടെ നമുക്ക് ഒരു യൂസർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ യൂസർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക. കൊടുത്തിട്ടുണ്ടെങ്കിലും എഴുതി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ മറന്നുപോയാൽ പിന്നെ പറഞ്ഞ കാര്യമില്ല. പിന്നെ കൊടുക്കുന്ന ഫോൺ നമ്പറും അനുസരിച്ച് വേണം കൊടുക്കാൻ. വേറെ ആരുടെ ഫോൺ നമ്പർ ഒന്നും കൊടുക്കരുത്. ലാസ്റ്റ് പിന്നെ SMS അല്ലെ OTP അങ്ങോട്ട് വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അത് എന്തായാലും ശ്രദ്ധിക്കുക. അപ്പൊ അക്കൗണ്ട് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ആദ്യം വരുന്നത് ഈ ഒരു പേജാണ്. റിസർവ്ഡ് അൺറിസർവ്ഡ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞതൊക്കെ എന്താ ഞാൻ പറയാം. അപ്പൊ നമുക്കൊരു റിസർവ്ഡ് ടിക്കറ്റാണ് എടുക്കേണ്ടത് വെച്ചോ. അപ്പം റിസർവ്ഡിന്റെ അവിടെ നമുക്ക് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നതിനൊക്കെ ഒരു ഓപ്ഷൻ കാണിക്കും, സോഴ്സ് ഡെസ്റ്റിനേഷനൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. എനിക്കിപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ടിക്കറ്റ് വേണം അടുത്ത മാസം. അപ്പോൾ ഞാൻ സോഴ്സിൻ്റെ അവിടെ കോഴിക്കോട് നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കോഴിക്കോട് വരും. ഇനി 2ന്റെ അവിടെ ഡെസ്റ്റിനേഷൻ അവിടെ തിരുവനന്തപുരം സെൻട്രൽ TVC. അപ്പോൾ ഡേറ്റ്, ഡിപ്പാർച്ചർ ഡേറ്റിന്റെ അവിടെ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കലണ്ടറിന്റെ ആ ഒരു ഐക്കണിൽ സെലക്ട് ചെയ്താൽ നമുക്ക് ഓഗസ്റ്റ് മാസം ഇപ്പോൾ ഒരു 27-ാം തീയതി നമുക്ക് ടിക്കറ്റ് ഉണ്ടോ നോക്കണം. ബാക്കി താഴത്തെ ഒന്നും സെലക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാത്രം മതി. എന്നിട്ട് സെർച്ച് ഓപ്ഷൻ കൊടുക്കാം. സെർച്ച് ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും നമുക്ക് കോഴിക്കോടും തിരുവനന്തപുരത്തേക്ക് ഓഗസ്റ്റ് 27-ാം തീയതി ഉള്ള ട്രെയിൻസിന്റെ ലിസ്റ്റാണ് കാണിക്കുന്നത്. വന്ദേ ഭാരത്, ജനശതാബ്ദി, രാജധാനി, മാവേലി, LTT കൊച്ചുവേളി, സൂപ്പർ ഫാസ്റ്റ്, ഭാവനഗർ കൊച്ചുവേളി എന്നൊക്കെ പറഞ്ഞ് കുറേ ട്രെയിനിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഈ മുകളിലത്തെ ഈ ഒരു ഡൗൺ ആരോ ഇതുണ്ട്, അവിടെ നമുക്ക് നിൽക്കിയാല് സോർട്ട് വേ കൊടുത്താൽ നമുക്ക് ഈ കോഴിക്കോട് നിന്ന് രാവിലെ മുതലുള്ള വണ്ടികളുടെ ലിസ്റ്റാണ് വേണമെങ്കിൽ ഏർലി ഫസ്റ്റ് കൊടുക്കുക. രാത്രി മുതലുള്ള വണ്ടി, അതായത് നേരെ തിരിച്ച് രാത്രി മുതൽ രാവിലെ വരെയുള്ള വണ്ടികളുടെ ലിസ്റ്റാണ് വേണ്ടെങ്കിൽ ലേറ്റ് ഫസ്റ്റ് കൊടുക്കുക. പിന്നെ അറൈവൽ എന്നുണ്ട്, അതായത് തിരുവനന്തപുരത്ത് ആദ്യം എത്തുന്ന വണ്ടികളുടെ വേണമെങ്കിൽ ഏർലി ഫസ്റ്റ് കൊടുക്കുക. നേരെ തിരിച്ചാണ് ലേറ്റ് ഫസ്റ്റ് കൊടുക്കുക. പിന്നെ ഡ്യൂറേഷൻ കണ്ടോ, ഫാസ്റ്റസ്റ്റ് വണ്ടി ഏതാണ്, സ്ലോവസ്റ്റ് വണ്ടി ഏതാണെന്നൊക്കെ കാണിക്കും. അപ്പോൾ ഇപ്പം ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഫാസ്റ്റസ്റ്റ് ആണ്. അപ്പോൾ അത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്കിപ്പോൾ തിരുവനന്തപുരത്തേക്ക് അടുത്ത മാസം ഏതൊരു വണ്ടിക്ക് എനിക്ക് ടിക്കറ്റ് വേണം. അപ്പോൾ ഞാൻ കുറേ വണ്ടി നോക്കുമ്പോൾ എനിക്ക് മാവേലി എക്സ്പ്രസ് എൻ്റെ സമയത്തിന് പറ്റിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ മാവേലി എക്സ്പ്രസിന്റെ സമയം കണ്ടോ, മാവേലി എക്സ്പ്രസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഒക്കെ ശ്രദ്ധിച്ച് വേണം നോക്കി ബുക്ക് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഡേറ്റ് മാറ്റി കൊടുത്ത് ബുക്ക് ചെയ്താൽ നമുക്കത് ഡേറ്റ് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ക്യാൻസൽ ആയിട്ട് വീണ്ടും ബുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ ഇന്ത്യൻ റെയിൽവേയിൽ. അപ്പോൾ മാവേലി എക്സ്പ്രസിന്റെ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് മാവേലി എക്സ്പ്രസ് കോഴിക്കോട് നിന്ന് വിടുന്ന സമയം 9:35, അതായത് 21:35. 9:35 കോഴിക്കോട് നിന്ന് വിട്ടിട്ട് അടുത്ത ദിവസം രാവിലെ 6:20 ഇത് തിരുവനന്തപുരം സെൻട്രലിൽ എത്തുന്നത്. അതാണ് ഇവിടെ ടൈം കൊടുത്തേക്കുന്നത്. ഡ്യൂറേഷനാണ് 8 മണിക്കൂർ 45 മിനിറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ MTWTFSS എന്നൊന്നും കൊടുത്തില്ല. അതായത് ഈ ഒരു മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആഴ്ചയുള്ള എല്ലാ ദിവസത്തിന്റെയും ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം പച്ചയാണെങ്കിൽ ഡെയിലി ഓടുന്ന വണ്ടിയാണ്. താഴത്തെ LTT കൊച്ചുവേളി ഉണ്ടോ, അത് ബുധനാഴ്ചയും സൺഡേ മാത്രമുള്ളൂ. അതാണ് Wയും S മാത്രം പച്ച, ബാക്കിയെല്ലാം ഗ്രേ ആണ്.
അപ്പോൾ അതങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ സീ അവൈലബിലിറ്റി നമുക്ക് സെലക്ട് ചെയ്താൽ ഈ വണ്ടിക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സിന് എണ്ണം കാണിക്കും. അതിന് മുമ്പ് ഈ SL 3A 2A 1A ഒക്കെ എന്താണെന്ന് അറിയാം. SL എന്ന് വെച്ചാൽ സ്ലീപ്പറാണ്, 3rd AC ആണ് 3A, 2A AC 2 ടയർ, 1A ഫസ്റ്റ് AC. അപ്പോൾ നമ്മൾ ഈ സി അവൈലബിലിറ്റി കൊടുക്കുമ്പോഴേക്കും കണ്ടോ, സ്ലീപ്പറിലും 3rd AC-ലും 2nd AC-ലും ഫസ്റ്റ് AC-ലുള്ള സീറ്റുകളുടെ എണ്ണമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ സ്ലീപ്പറിൽ നമ്മളിപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബുക്കിങ്ങിൻ്റെ സ്റ്റാറ്റസ് RAC 74 കേട്ടോ. RAC 74. RAC ഒക്കെ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. RAC ഒക്കെ ഒട്ടുമിക്ക ആൾക്കാർക്ക് എന്തായാലും അറിയായിരിക്കും. കാരണം ഒരു വണ്ടിയുടെ സൈഡ് ലോവർ ബെർത്ത് ഷെയർ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റത്തിനാണ് RAC എന്ന് പറയുന്നത്. RAC ടിക്കറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഒരാളുമായിട്ട് ഷെയർ ചെയ്ത് സൈഡ് ലോവർ ബെർത്ത് ഇരുന്നോ കിടന്നോ എന്ന് വെച്ച് പോകണം. അപ്പോൾ ഈ RACയുടെ കാര്യം ഞാൻ പറയാൻ എന്താണ്, അപ്പോൾ 3rd AC-യിൽ നോക്കുമ്പോൾ അവൈലബിൾ 0064 അവൈലബിൾ 64 സീറ്റ് അവൈലബിൾ ആണ് കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം വരെ. അതിൻ്റെ ഫെയറും കൊടുത്തിട്ടുണ്ട് മുകളിൽ 680 രൂപ. 2nd AC-ലുണ്ട് അവൈലബിൾ 9 സീറ്റ് അവൈലബിൾ ആണ്, അതിൻ്റെ ഫെയറാണ് 960 രൂപ. ഫസ്റ്റ് AC-യിലാണ് വെയിറ്റ് ലിസ്റ്റ് 1 കിടക്കുന്നത്, അതിൻ്റെ ഫെയറാണ് മുകളിലത്തെ 1595 രൂപ. അപ്പോൾ ഇതിൽ ഇപ്പം എനിക്ക് സ്ലീപ്പറിനാണ് വേണമെങ്കിൽ സ്ലീപ്പർ 250 രൂപ കാണിക്കുന്നത്. RAC 74. അപ്പോൾ ഈ RAC-നെ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കൺഫേം ടിക്കറ്റാണ്. നിങ്ങളിപ്പോൾ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരത്ത് RAC ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോൾ ബുക്ക് ചെയ്തേക്കണം. കാരണം RAC കൺഫേം ആയിട്ട് വെയിറ്റ് ലിസ്റ്റ് കൺഫേം ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ടിക്കറ്റ് ഇപ്പോൾ കാണിക്കുന്നത് കൺഫേം അല്ലെങ്കിൽ RAC ആണെങ്കിൽ RAC എടുക്കുക. RAC ടിക്കറ്റ് അതാണ് എടുക്കുക. കാരണം RAC ടിക്കറ്റ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 90% RAC ടിക്കറ്റ്സും ചാർട്ട് പ്രിപ്പറേഷൻ ടൈമിലും അത് കൺഫേം ആവും. അപ്പോൾ ഞാനിപ്പോൾ സ്ലീപ്പറിന് ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പം സ്ലീപ്പറിനവിടെ പ്രസ് ചെയ്തേ. സ്ലീപ്പറിനവിടെ പ്രസ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ബോർഡിംഗ് സ്റ്റേഷനൊക്കെ മാറ്റാൻ പറ്റും. കുറേ ആൾക്കാർ കണ്ട് ചോദ്യമാണ്, ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് ബുക്ക് ചെയ്ത് എനിക്കിപ്പോൾ ഷൊർണൂർ നിന്ന് കയറണമെങ്കിൽ എങ്ങനെയാണ്. അപ്പം ബോർഡിംഗ് സ്റ്റേഷൻ ഇപ്പോൾ കോഴിക്കോടാണ്, അത് വേണം എനിക്ക് മാറ്റാൻ പറ്റും. എനിക്കിവിടെ താഴെ ഉണ്ട് ഫറോക്ക്, തിരൂര്, കുറ്റിപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബോർഡിംഗ് സ്റ്റേഷൻ വേണമെങ്കിൽ മാറ്റാം. അത് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും മാറ്റാം, അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താണെങ്കിലും മാറ്റാം. പക്ഷേ നിങ്ങൾ യാത്ര ചെയ്യുന്ന 100 ദിവസം മുമ്പെങ്കിലും മാറ്റണം, കാരണം അത് മാറ്റിയില്ലെങ്കിൽ പിന്നെ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ആഡ് ന്യൂ എന്ന ഓപ്ഷൻ കണ്ടോ, ഈ ആഡ് ന്യൂടെ അവിടെ ചെയ്യേണ്ടത് നമ്മുടെ ജെൻഡർ അടിക്കുക, എന്നിട്ട് നമ്മുടെ പേരും വയസ്സും ഡീറ്റെയിൽസ് കഴിക്കുക. അപ്പം മെയില്, എന്നിട്ട് എൻ്റെ പേരടിക്കുക, ഫുൾ നെയിം അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഫുൾ നെയിം അടിക്കുക. അഭിജിത്ത് ഭക്തൻ്റെ എന്നെ വരത്തില്ല കേട്ടോ, ക്യാരക്ടർ ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഭക്ത വരെ വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഏജ് ഞാൻ കൊടുക്കുകയാണ് 23. ഈ 23 ഇവിടെ 2 അടിച്ചപ്പോഴേക്കും വന്നുകൊണ്ട്, അതായത് നമ്മളിപ്പം കൊച്ചു പിള്ളേരാണ്, കൊച്ചു കുട്ടികളെ കൊണ്ട് പോവുകയാണെങ്കിൽ എനിക്കിപ്പം ഒരു 4 വയസ്സുള്ള ഋഷിയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് വേണേൽ റിസർവ് ചെയ്ത് പോവാം. റിസർവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഫുൾ ഫെയർ വിൽ ബി ആപ്ലിക്കബിൾ എന്ന് കാണിക്കാം. അതായത് നമ്മളൊരു ബർത്ത് ഫുൾ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഫുൾ പൈസ കൊടുക്കണം. ഡോൺ റിസർവ് ബർത്ത് ആണെങ്കിൽ ആ ആൾക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തില്ല, പക്ഷേ പേര് കാണിക്കും. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ വയസ്സടിച്ച് 23. സെലക്ട് പ്രിഫറൻസ്. ഈ പ്രിഫറൻസിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൈഡ് ലോവർ ബർത്ത് എങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ RAC ടിക്കറ്റ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്യുന്നത്, RAC ടിക്കറ്റ് നമ്മളിപ്പോൾ പ്രിഫറൻസ് കൊടുത്താലും ചാർട്ട് വരുമ്പോൾ എന്താണ് കിട്ടുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും പ്രിഫറൻസ് കൊടുക്കുക, സൈഡ് ലോവർ. പ്രിഫറൻസ് വേണമെങ്കിൽ നോ പ്രിഫറൻസ് താഴെ കൊടുത്താലും മതി. അപ്പോൾ സൈഡ് ലോവർ കൊടുത്തു, എന്നിട്ട് ആഡ് പാസഞ്ചർ. അപ്പോൾ എൻ്റെ പേര് അവിടെ ആഡായി. ഇങ്ങനെ നമുക്ക് 6 പേരുടെ പേര് വരെ ഈ ഒരു ആപ്പിൽ കൂടെ നമുക്ക് ഒറ്റ PNR-ൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഒറ്റ PNR ടിക്കറ്റിൽ നമുക്ക് 6 പേരെ വരെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരാളുടെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് അതിൽ നമ്മുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഇവിടെ താഴെ കണ്ട അഡീഷണൽ പ്രിഫറൻസിന് അവിടെ കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രഡേഷൻ. അപ്പോൾ കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രഡേഷൻ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനെടുത്ത് അത് എപ്പോഴും കൊടുക്കുക. കൊടുത്തെന്ന് വെച്ചാൽ നഷ്ടമൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ ട്രെയിനിൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം അതിൻ്റെ ഹയർ ക്ലാസ്, ഇപ്പോൾ സ്ലീപ്പറല്ല, അപ്പോൾ 3rd AC-ലും 2nd AC-ലും ഒക്കെ വേക്കൻസീസ് ഉണ്ടെങ്കിൽ ആ ട്രെയിനിൽ എന്തോ ഒരു കുറേ മറ്റേ ആൽഗോരിതം ഒക്കെ ഉണ്ട്. അപ്പോൾ ആൽഗോരിതം വെച്ചിട്ട് അതിൻ്റെ ട്രെയിൻ ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ ടിക്കറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്യും. അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ട്രെയിൻ വേക്കൻ്റ് ആണെങ്കിൽ മാത്രം. ട്രെയിൻ വേക്കൻ്റ് അല്ലെങ്കിൽ കിട്ടത്തൊന്നുമില്ല. പിന്നെ ഇവിടെ താഴെ കണ്ടോ ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു. ഈ ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾ എപ്പോഴും യെസ് കൊടുക്കുക. കാരണം ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാൽ ഇൻഷുറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് യെസ് കൊടുക്കുക. ആകെ എങ്ങാണ്ട് 30 പൈസ എങ്ങാണ്ട് അത്ര ചാർജ് എങ്ങാണ്ട് വരുന്നുള്ളൂ. എന്നിട്ട് GST കൊടുക്കണമെങ്കിൽ GST കൊടുക്കാൻ താഴെ GST ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് GSTയുടെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് റിവ്യൂ ജേർണി ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേരൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അപ്പം ജേർണി ഡീറ്റെയിൽസ് റിവ്യൂ നമുക്ക് ചെയ്യാൻ വേണ്ടി വരും.
എൻ്റെ പേരും വയസ്സും എല്ലാം കൊടുത്തേക്കുന്നത് ശരിയാണെന്ന് നോക്കുക. അതിന് വേണ്ടിയാണ് ഈ വരുന്നത്, റിവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ട്. ആ ക്യാപ്ച നമ്മൾ എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ ഫെയർ കാണിക്കും. 262 രൂപ 25 പൈസയാണ് നമുക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഫെയർ. എന്നിട്ട് ബുക്ക് നൗ കൊടുത്താൽ അപ്പോൾ ഇവിടെ 3 പേയ്മെന്റ് ഓപ്ഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്. അതായത് ആറ് വാലറ്റ്, UPI, അതർ പേയ്മെന്റ് മെത്തേഡ്സ്. അപ്പോൾ ഈ ആറ് വാലറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ വാലറ്റിനകത്ത് പൈസ എടുത്തിട്ട് നമ്മൾ പിന്നെ നമ്മൾ ഈ കൊച്ചി മെട്രോയിലൊക്കെ മെട്രോ കാർഡ് കണ്ടില്ലേ നിങ്ങൾ, അതിനകത്ത് നമ്മൾ വാലറ്റിനകത്ത് പൈസ ഇട്ടിട്ടില്ല, നമ്മൾ പിന്നെ അത് സ്കാൻ ചെയ്യുമ്പോൾ പൈസ പോകുന്നു. അതേപോലെ തന്നെ സിമ്പിളാണ്. പിന്നെ അതൊക്കെ മണി ആഡ് ചെയ്യാൻ പറ്റും. 500 രൂപ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 500 രൂപ, 1000 രൂപ, 1500, 2000 രൂപയൊക്കെ നമുക്ക് മണി ആഡ് ചെയ്തിട്ട് പേയ്മെന്റ് കൊടുത്താൽ മണി അതിനകത്ത് ആടേക്ക് കിടക്കും. ഇപ്പോൾ 2000 രൂപയ്ക്ക് ഇട്ടാൽ 2000 രൂപ കിടക്കും. പിന്നെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തു നിന്നായിരിക്കും ഫണ്ട് പിന്നെ എടുക്കുന്നത്. അപ്പോൾ ഒരു OTP വരും ഇതിനകത്ത്. ആ OTP അടിച്ചു കൊടുത്താൽ വാലറ്റിൽ നിന്ന് പൈസ എടുക്കും. ഇനി വാലറ്റിനകത്ത് പൈസ ഇടാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ UPI കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പേയ്മെന്റ് മെത്തേഡാണ് UPI പേ യൂസിങ് UPI കൊടുത്താൽ, അപ്പോൾ ഇതിനകത്ത് പേ ബൈ എനി UPI ആപ്പ് തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മുടെ ഫോണിനകത്തുള്ള UPI ആപ്പുകളുടെ ഏതൊക്കെയാണ് അത് കാണിക്കും. Paytm ഉണ്ടെങ്കിൽ Paytm, ഫോൺപേ ഉണ്ട് ഫോൺപേ. അപ്പോൾ നമ്മൾ ആ ഫോൺപേ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നേരെ റീഡയറക്റ്റ് ആയിട്ട് ഫോൺപേയിലേക്ക് ആ പേജ് പോകും. നമ്മളോട് സാധാരണ നമ്മൾ ഫോൺപേയിൽ പേയ്മെന്റ് ചെയ്യുന്ന പോലെ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ആയി കിട്ടും. ടിക്കറ്റ് ഇഷ്യൂ ആയി കിട്ടി. ഇനി ഞാൻ എൻ്റെ ഒരു ടിക്കറ്റ് കാണിക്കാം. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തതാണ് ഇപ്പോൾ കാണിക്കാത്തത്. ഞാൻ ഇപ്പോൾ ടിക്കറ്റ് ഇഷ്യൂ ആയി വരുന്ന ടിക്കറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ പേയ്മെന്റ് കഴിയുമ്പോഴേക്കും ടിക്കറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കാണിക്കും. ഞാൻ ടിക്കറ്റ് എടുത്ത് ഒന്നുകൂടെ നോക്കണമെങ്കിൽ മൈ ബുക്കിംഗ്സ് എടുത്താൽ മതി. മൈ ബുക്കിംഗ്സ് എടുക്കുമ്പോഴേക്ക് ഇപ്പം ഞാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്താണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ കന്യാകുമാരി എക്സ്പ്രസിന് ഓഗസ്റ്റ് 15-ാം തീയതി കന്യാകുമാരിക്ക് പോകാൻ വേണ്ടി ഒരു ടിക്കറ്റാണത്. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. ഇതാണ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ടിക്കറ്റ് വരുന്നത്. ഇപ്പം ഇതിനകത്ത് ടിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ചേഞ്ച് ബോർഡിംഗ് സ്റ്റേഷൻ ഇന്നത് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റണമെങ്കിൽ ഇപ്പം ഇതിനകത്ത് നമുക്ക് ചേഞ്ച് ബോർഡിംഗ് സ്റ്റേഷൻ കൊടുത്താൽ നമുക്ക് ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാൻ പറ്റും. ചേഞ്ച് ബോർഡിംഗ് സ്റ്റേഷന്റെ താഴെയാണ് നമ്മുടെ സീറ്റ് നമ്പർ ഒക്കെ കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് എനിക്ക് കിട്ടിയ സീറ്റാണ്. അഭിജിത്ത് ഭക്ത, മെയിൽ 23. ബുക്കിംഗ് സ്റ്റാറ്റസിന്റെ താഴെയാണ് നമ്മുടെ സീറ്റ് നമ്പർ കാണിക്കുന്നത്. അപ്പൊ ഈ CNF എന്ന് പറഞ്ഞേക്കുന്നത് കൺഫേം ആണ്. A1 എന്ന് പറഞ്ഞാൽ ആ ബർത്തുള്ള കോച്ചിന്റെ നമ്പറാണ് A1. A വെച്ച് തുടങ്ങുന്നതെല്ലാം AC 2 ടയർ ആണ്. B വെച്ച് തുടങ്ങുന്നതെല്ലാം AC 3 ടയർ ആണ്. AC എക്കണോമിക് M എന്നാണ് എൻ്റെ ഒരു കോഡ് വരുന്നത്. സ്ലീപ്പറിനാണെങ്കിൽ S. അതാണ് സംഭവം. പിന്നെ സെക്കൻഡ് സീറ്റിംഗ് ആണ് D. AC ചേർക്കാറാണ് C. ഇങ്ങനെയാണ് അതിന്റെ കോഡ് വരുന്നത്. അപ്പോൾ A1 18 എൻ്റെ സീറ്റ് നമ്പർ 18. SU എന്ന് വെച്ചാൽ സൈഡ് അപ്പർ കേട്ടോ. അതാണ് അതിന്റെ കോഡ്. SU എന്ന് വെച്ചാൽ സൈഡ് അപ്പർ, SL എന്ന് വെച്ചാൽ സൈഡ് ലോവർ, UB എന്ന് കാണിക്കുകയാണെങ്കിൽ അപ്പർ ബർത്ത്, MB എന്ന് കാണിക്കുകയാണെങ്കിൽ മിഡിൽ ബർത്ത്, LB എന്ന് കാണിക്കുകയാണെങ്കിൽ ലോവർ ബർത്ത്. ഇങ്ങനെയാണ് ആ ഒരു സീറ്റിന്റെ ഷോർട്ട് ഫോം ഇവർ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ടിക്കറ്റ് നമുക്ക് റെയിൽവേ ആപ്പിൽ കൂടെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ സാധിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒരു ബുദ്ധിമുട്ടോ ചടങ്ങോ അങ്ങനെയൊന്നും ഇല്ല. സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് എടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഒരു ട്രെയിനിന് റിസർവ്ഡ് ടിക്കറ്റ് എടുക്കുന്നതിനായി ഇപ്പൊ കാണിച്ചു തന്നു. ഇനിയിപ്പോൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ട്രെയിനിന് ജനറൽ ടിക്കറ്റ് എടുക്കുന്നതെന്ന്, അതായത് അൺറിസർവ്ഡ് ടിക്കറ്റ്. അപ്പൊ അതിനായിട്ട് റിസർവ്ഡിന്റെ അപ്പുറത്തെ ആ ഒരു ഓപ്ഷനായ അൺറിസർവ്ഡ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നോർമൽ സീസൺ എന്നൊക്കെ പറഞ്ഞു വരും. സീസൺ എന്ന് വെച്ചാൽ സീസൺ ടിക്കറ്റ് എടുക്കുന്നതാണ്. നമുക്ക് നോർമൽ ടിക്കറ്റ് മതി. അപ്പോൾ നോർമൽ ടിക്കറ്റ് നമ്മളിപ്പോൾ ഔട്ട്സൈഡ് സ്റ്റേഷനിലാണെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേഷൻ കൊടുക്കാം. എന്നിട്ട് ഫ്രം ഞാനിപ്പം എറണാകുളം കൊടുക്കുമ്പോൾ എറണാകുളം ജംഗ്ഷൻ അല്ല എറണാകുളം ടൗൺ ഏതെന്ന് വെച്ച് കൊടുക്കണം. കാരണം മാറിപ്പോയത്. എന്നിട്ട് ട്രിവാൻഡ്രം സെൻട്രലിലേക്ക് എനിക്കൊരു ജനറൽ ടിക്കറ്റ് വേണം. അപ്പോൾ എറണാകുളം ടു ട്രിവാൻഡ്രം നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ പ്രൊസീഡ് ടു ബുക്ക് കൊടുക്കുമ്പോൾ അവർ 2 ഓപ്ഷൻ ചോദിക്കും. അതായത് ഏത് വഴിയാണെങ്കിൽ പോകേണ്ടത്. ആലപ്പുഴ വഴിയുണ്ട്, കോട്ടയം വഴിയുണ്ട്. അപ്പം ആലപ്പുഴ കായംകുളം കൊല്ലം ജംഗ്ഷൻ, കോട്ടയം കായംകുളം കൊല്ലം ജംഗ്ഷൻ 2 കിലോമീറ്റർ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഫെയർ വ്യത്യാസം വരികയും. അപ്പം ആലപ്പുഴ വഴി നമ്മൾ കൊടുത്തിട്ട് കോട്ടയം വഴി യാത്ര ചെയ്യരുത്, പിടിച്ചാൽ പണി കിട്ടും. അപ്പം ഇതിനകത്ത് ട്രെയിൻ ടൈപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രെയിൻ ടൈപ്പിന് അവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. മെയിൽ എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ്, പിന്നെ അതേഴ്സിനകത്ത് അന്ത്യോദയക്കുള്ള ഓപ്ഷൻ ഉണ്ട്, ഓർഡിനറി ഉണ്ട്. അപ്പം നിങ്ങളിപ്പം ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഇപ്പം എക്സ്പ്രസ് കാറ്റഗറി പെടുന്നതാണെങ്കിൽ മെയിൽ എക്സ്പ്രസ് കൊടുക്കുക. സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി പെടുന്നതാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് കൊടുക്കുക. പാസഞ്ചർ അല്ലെങ്കിൽ മെമു ട്രെയിൻ ആണെങ്കിൽ ഓർഡിനറി കൊടുക്കുക കേട്ടോ. അന്ത്യോദയ ആണെങ്കിൽ അന്ത്യോദയ കൊടുക്കുക. കാരണം എല്ലാത്തിനും സെപ്പറേറ്റ് ഫെയർ ആണ്. അപ്പൊ ഇതിനകത്ത് 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അഡൽട്ട്, ചൈൽഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം എത്ര പേർക്ക് വരെ ടിക്കറ്റ് എടുക്കാൻ ചോദിച്ചാൽ 1 2 3 4 പേർക്ക് വരെ നമുക്ക് ജനറൽ ടിക്കറ്റ് ഇതിനകത്ത് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഒരാൾക്ക് ടിക്കറ്റ് എടുത്തു, ഒരു ചൈൽഡിനും വേണേൽ ടിക്കറ്റ് എടുക്കാം. ചൈൽഡിന് എനിക്ക് തോന്നുന്നു ചൈൽഡിന് 60 രൂപയാണ് കേട്ടോ. പിന്നെ ഒരാൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ പ്ലസിന്റെ അവിടെ നിൽക്കിയാൽ ഒരാളുടെ ആഡ് ആവും. പിന്നെ ചൈൽഡിന്റെ അവിടെ നിൽക്കിയാൽ ഒരാളുടെ ആടായിട്ട് 160 രൂപയാവും. അതായത് തിരുവനന്തപുരം വരെ ഒരു അഡൽട്ടിന് 100 രൂപയും ചൈൽഡിന് 60 രൂപയാണ് കേട്ടോ. അപ്പോൾ 160 രൂപ.
അപ്പോൾ ഇത് ബുക്ക് നൗ കൊടുക്കുക. ബുക്ക് നൗ എടുത്തിട്ട് UPI വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ ജനറൽ ടിക്കറ്റ് ഈസി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കും. മൈ ബുക്കിംഗ്സ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വണ്ടിക്ക് ജനറൽ ടിക്കറ്റ് എടുക്കുന്നത്. ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്ലാറ്റ്ഫോം എടുക്കുക, എന്നിട്ട് ഔട്ട് സൈഡ് സ്റ്റേഷൻ ആണെങ്കിൽ സെലക്ട് സ്റ്റേഷൻ്റെ അവിടെ ഏത് സ്റ്റേഷനാണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ എറണാകുളം ജംഗ്ഷൻ, എന്നിട്ട് എത്ര ആൾക്കാരാണെന്ന് വെച്ചാൽ അത്ര ആൾക്കാരുടെ ഇത് അടിച്ചു കൊടുക്കുക. പിന്നെ ഒരാളേ ഉള്ളൂ, അപ്പോൾ 1, എന്നിട്ട് പേ 10 എടുത്തിട്ട് UPI എടുത്ത് പേയ്മെൻറ്റ് എടുത്താൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് മൈ ബുക്കിംഗ്സിൽ കാണിക്കും. ഇനിയിപ്പം അറ്റ് സ്റ്റേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ UTS ആപ്പിൽ കൂടെ എടുക്കത്തില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ അറ്റ് സ്റ്റേഷൻ കൊടുത്താൽ ഈ QR-ന്റെ ഒരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ ആ QR കോഡ് കാണിച്ചാൽ റീഡായിട്ട് നമ്മൾ സാധാരണ ബുക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെയിൽ വൺ ആപ്പിൽ കൂടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതും പിന്നെ ജനറൽ ടിക്കറ്റ് എടുക്കുന്നതും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് പോയിട്ടൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ കറണ്ട് ബുക്കിംഗ് എടുക്കുന്നത്. കറണ്ട് ബുക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ ഇപ്പോൾ ടിക്കറ്റ് എങ്ങനെ എടുക്കുന്നില്ല, അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. കറണ്ട് ബുക്കിംഗ് ആകുമ്പോൾ നമ്മൾ ടിക്കറ്റിന് അവിടെ അവൈലബിളിന് പകരം CURR_ അവൈലബിൾ എന്ന് കാണിക്കും കേട്ടോ. കറണ്ട് അവൈലബിലിറ്റിയുടെ കോഡാണത്. കറണ്ട് അവൈലബിലിറ്റി എടുക്കാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് ഫോർമാലിറ്റി അങ്ങനെ ഒന്നുമില്ല, സാധാരണ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രെയിനിന് നമ്മൾ റിസർവ്ഡ് ടിക്കറ്റ് എടുക്കുന്നതും അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കുന്നതൊക്കെ. റെയിൽ വൺ ആപ്പ് ഉപയോഗിച്ച്. റെയിൽ വൺ ആപ്പാണ് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ആപ്പ്. അപ്പോൾ ഇനി അടുത്ത യാത്ര എന്ന് പറയുന്നത്, നമ്മൾ നാളെ ഇവിടെ നിന്ന് കണ്ണൂർ പോവാണ്. നമ്മൾ കണ്ണൂർ ബംഗളൂരു എക്സ്പ്രസ്സിലാണ് അടുത്ത യാത്ര. ഞാൻ എതിരായിട്ടും പോയിട്ടില്ല ആ ഒരു വണ്ടിയിൽ. ഫസ്റ്റ് ടൈമാണ് ആ വണ്ടിക്ക് പോകുന്നത്. കണ്ണൂർ യശ്വന്ത്പൂരിനും കയറാം. അപ്പോൾ നമ്മൾ കണ്ണൂർ ബാംഗ്ലൂരിന് കയറി ബാംഗ്ലൂർ പോയിട്ട് അവിടെ നമ്മൾ സിന്തനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്നുണ്ട്. സിന്തനൂർ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ലൈനാണ് കർണാടകത്തിലെ. നമ്മൾ പണ്ട് കാരട്ടകി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയ ഓർമ്മയുണ്ടോ? കാരട്ടകിക്ക് അടുത്താണ് സിന്തനൂർ. അപ്പോൾ യശ്വന്ത്പൂർ സിന്തനൂർ എക്സ്പ്രസ് എന്നൊരു ഓവർനൈറ്റ് വണ്ടിയുണ്ട്. സിന്തനൂർ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഹൂബ്ലിക്ക് പോകും. ഹൂബ്ലി പോയിട്ട് അവിടെ നിന്ന് മൈസൂർ വരും. ഇതെല്ലാം പല പല വണ്ടിക്കാണ് പോകുന്നത്. മൈസൂർ കഴിഞ്ഞിട്ട് നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ സ്ട്രെച്ചിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടുന്ന ഒരു വണ്ടിയുണ്ട്. ഉച്ചയ്ക്ക് മൈസൂർ നടക്കുന്ന മൈസൂരു ചെന്നൈ വന്ദേ ഭാരത് എക്സ്പ്രസ്. അതിനാണ് നമ്മൾ പിന്നെ ചെന്നൈക്ക് പോകുന്നത്. മൈസൂരിന്ന് ഉച്ചയ്ക്ക് എടുത്തിട്ട് രാത്രി ഒരു 7:30 ആകുമ്പോൾ അത് ചെന്നൈ എത്തും. എന്നിട്ട് ചെന്നൈ നമ്മൾ കോർബ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിന് കയറി നമ്മളിവിടെ എറണാകുളത്തെത്തും. അങ്ങനെയാണ് അടുത്ത യാത്രയുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ പറ്റി ഒരു സിമ്പിൾ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.